പഴയ കാലത്തെ ആളുകൾക്ക് കുളി നിർബന്ധായാലേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കുളി നിർബന്ധായാലേ വേം പോയിട്ട് കുളിക്കും. പഴയ കാലക്കാരെ സ്വഭാവം അതാണ്. കുളി നിർബന്ധായാല്, സ്ത്രീകളും പുരുഷന്മാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ, കുളി നിർബന്ധായാൽ, ജനാബത്തുണ്ടായാൽ, ഉദാഹരണം പറയാ, അതങ്ങ് ജനാബത്തുണ്ടായാൽ വേം പോയി കുളിക്കും. പിന്നെ നിസ്കരിക്കാനുള്ള സമയമാകട്ടെ, അപ്പോഴേക്കല്ലേ കുളിക്കേണ്ട ആവശ്യമുള്ളൂ. നിസ്കരിക്കണം മുമ്പ് കുളിച്ചാ പോരേന്ന് ചിന്തിക്കൂല. ഇന്ന് ഞങ്ങൾ അങ്ങനെയാ ചിന്തിക്കുക അല്ലേ? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങള് അല്ലെ, ജനാബത്തുണ്ടായപ്പോ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരു റാ കുളിച്ചോവർ. ഒറ്റ രാവിലെ അങ്ങനെ ഉണ്ടായപ്പോ ഓരോ ജനാബത്തുണ്ടായപ്പോ ഓരോ കുളിയും കുളിച്ചു എന്നാ പറയണേ. എന്താ കാരണം? അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. പഴയ കാലത്ത് ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹൈദ് മുറിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോയി കുളിക്കണം. നിസ്കാരത്തിന്റെ സമയാകട്ടെ, അതിന് മുമ്പ് കുളിച്ചാ പോരേന്ന് പോരാ. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ജനാബത്തുണ്ടായാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് കുളിച്ചാൽ മതി, എങ്കിലും അതിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല, ഉടനെ പോയി കുളിക്കണം. പഴയ കാലത്തെ ആളുകളൊക്കെ അങ്ങനെയാണ്, അപ്പൊ തന്നെ പോയി കുളിക്കും. എന്താ കാരണം അവരൊക്കെ അവരുടെ മരണസമയം പേടിച്ചവരാണ്. ഹാഷിയത്തുൽ ഖല്ലൂബിയിൽ കാണാം, മഹാനവരുകൾ അവിടെ പറയുന്നത് കാണാം, ഓ ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മുഅ്മിനിന്റെ അരികിലേക്ക് വരുന്നു. പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും മരിക്കാൻ കിടക്കുമ്പോ വരൂല. അവരാരാണെന്നറിയുമോ? മാലം യമുതു ജുനുബാ, ജനാബത്തുകാരനായിട്ട് മരിച്ചയാളാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കണ സമയത്ത് പലതും കണ്ട് അയാൾ മരിച്ചു, ജനാബത്തുകാരനായി. അവരെ കുറിച്ചല്ല പറഞ്ഞത്. നേരത്തെ ജനാബത്തുണ്ടായി, പക്ഷേ ജനാബത്തുണ്ടായതിന്റെ പേരിൽ കുളിച്ചില്ല, കുളി നീട്ടിവെച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ജനാബത്തുകാരനായിട്ട് മരിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ അരികിലേക്ക് മരണസമയം ജിബ്രീൽ അലൈഹിസ്സലാം പോലും വരൂല എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാബത്തുണ്ടായാൽ അടുത്ത ബാങ്ക് വിളി കേൾക്കുന്നത് വരെ കുളി പിന്തിപ്പിക്കണ്ട, ഉടനെ പോയി കുളിക്കുന്ന സ്വഭാവം പുരുഷന്മാർക്കുണ്ടാകേണ്ടതുണ്ട്, സ്ത്രീകൾക്കുണ്ടാകേണ്ടതുണ്ട്. പഴയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ ജനാബത്തുണ്ടായ ഉടനെ പോയി കുളിക്കാനുണ്ടായ കാരണം അവരെ കൽബിൽ ഇതൊക്കെ വലിയ പേടിയാണ്. ഇന്നിപ്പോ ഇതൊന്നും ചർച്ചാ വിഷയമല്ല, ആണോ? ഇതൊന്നും ചർച്ചാ വിഷയമല്ല. പഴയ കാലത്തെ ആളുകൾ ദുആക്ക് എങ്ങനെയായിരുന്നു? അല്ലാഹുമ്മ അർസുഖ്നാ മീതത്ത സ്വാലിഹീൻ, ആ ദുആയിരുന്നു. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് തരട്ടെ. ഇന്നത്തെ ചർച്ച എന്താ അറിയോ? ഇന്നത്തെ ചർച്ച എന്താ? ഒരു കല്യാണത്തിനെങ്കാലും പെണ്ണുങ്ങളെല്ലാം പോയിട്ട് ഒരു കല്യാണത്തിന് പോയി വന്നാലേ നമ്മളെ മരിക്കളത്തെ പെണ്ണുങ്ങളെല്ലാം നല്ലവരാ, അല്ലാഹു ബർക്കത്തെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? നിങ്ങൾ ആമീൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംശയിക്കും. കാരണം പഴയ കാലത്തെ പെണ്ണുങ്ങളിൽ ഇപ്പൊ ചേഞ്ച് ആയിന റബ്ബേ. മരിക്കലത്ത് ഞങ്ങൾ ഓതിപ്പടിക്കണ സമയത്ത് മരിക്കലത്തെ ഉമ്മമാര് പെങ്ങന്മാരൊക്കെ ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ, അവരിൽ പലരും മരിച്ചിട്ട് ഇന്ന് ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. ഇപ്പത്തെ ഉമ്മ പെങ്ങന്മാരും നല്ലവരെന്നെ. കാരണം ഓരോ മക്കോ അല്ലേ അല്ലേ? ഓരോ മക്കോ, ഓരോ പുള്ളോ, ഓരോ ചള്ളിമാര് അങ്ങനെ ആവുമ്പോ അവരതേ സ്വഭാവം ഉണ്ടാവും. ഞാനിപ്പോ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയി. ഒരു ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബാപ്പ മരിച്ച അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എന്റെ മുത്താലിമ്യങ്ങൾ അവിടെ ഓതാൻ പറഞ്ഞയച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ആ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോ ഞാൻ ആ വീട്ടിൽ കയറി, അവിടെ ദുആർന്നു വന്നു. അപ്പൊ ആ നാട്ടുകാരനായ ഒരുത്തൻ എന്റെ വണ്ടിയിൽ കയറി. അപ്പൊ എന്നോട് പറയാണ്, ദുആർന്നിട്ടൊക്കെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറയാണ്, ഉസ്താദേ, ഇപ്പൊ നിങ്ങൾ ഈ മരിച്ച ആളെ മോനുണ്ടല്ലോ,
ഓന്റെ ബാപ്പക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? അയാളെ ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയിരുന്നു. അതിലൊരു കുറയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോനും എന്ത് ചെയ്തു എന്നറിയോ? ഓന് നാട്ടില് വന്നിട്ട് പിന്നെ ഗൾഫെല്ലാം വിട്ട് നാട്ടിൽ വന്ന് ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം ഖിദ്മത്ത് ചെയ്തു. ഉമ്മയും മരിച്ചു, ബാപ്പയും മരിച്ചു. ആ മോന് ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം ഖിദ്മത്ത് ചെയ്തു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ എന്റെ കൂടെ വന്ന ആൾ എന്നോട് പറയാണ്, അതിന്റെ കാരണം ഇവന്റെ ബാപ്പക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? അയാളെ ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയത് കൊണ്ട് ഇപ്പൊ മോന് ഇവനും എന്ത് ചെയ്തു എന്നറിയോ? അയാളെ നന്നായി നോക്കി. അങ്ങനെയാണത്. ബാപ്പാന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ മക്കളിൽ വരും. അൽഹംദുലില്ലാ, അതങ്ങനെയാണ്. ഞാനിത് വെറുതെ പറയല്ല, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ബാപ്പാന്റെ എല്ലാ നല്ല ശീലങ്ങൾ മക്കളിൽ വളർത്തണമെന്ന് പറഞ്ഞത്. അതാണ് ഞാനിപ്പോ ഇന്ന് വരുമ്പോ ഒരു ഫ്ലാറ്റിൽ കയറിയിട്ട് അവിടെ പോയി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അങ്ങനെ വന്നതാ. അപ്പോ ആ ഫ്ലാറ്റിൽ ലിഫ്റ്റിൽ കയറുന്നതിന്റെ പുറത്ത് ഇങ്ങനെ ലിഫ്റ്റിന്റെ പുറത്ത് ഇങ്ങനെ കന്നഡയിൽ എഴുതി വെച്ചത് കാണുന്നു, 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ ഒറ്റക്കായിട്ട് ഈ ലിഫ്റ്റിൽ പറഞ്ഞയച്ചുകൂടാ, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഞങ്ങളല്ല ഉത്തരവാദീന്ന്. അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? 12 വയസ്സിന്റെ ചുവടെയുള്ള കുട്ടികളെ ഒരിക്കൽ പോലും ഈ ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് അയച്ചുകൂടാ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളല്ല ഉത്തരവാദി. അത് ശരി തന്നെയാണ്. അതേപോലെയാണ് പള്ളിയിലും. ബേക്കൽ ഉസ്താദ് ഭയങ്കര അതിന് കർശനായിരുന്നു. കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരണ്ടെന്നല്ല, നല്ലതാണ് അല്ലേ? ഇന്ന് പോലും ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ജമ്മുൽ ജവാമി ഓതി കൊടുക്കുന്ന സമയത്ത് ഉസ്താമാർക്ക് അറിയാം, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാൻ, ഓതി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓതി കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. പിന്നെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇബാദത്ത് അത് സ്വഹീയാകുന്നാണ്. കുട്ടി നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീയാകും, കുട്ടി നോമ്പ് നോറ്റാൽ സ്വഹീയാകും. എന്താ അത് വലിയ ആള് നിസ്കരിക്കാൻ അത്തരം കടുപ്പം നിർബന്ധമുള്ളതുപോലെ കുട്ടി നിസ്കരിക്കാൻ നിർബന്ധമുള്ളത് കൊണ്ടാ? അല്ല. പിന്നെന്തേ? കുട്ടി ഇപ്പൊ തന്നെ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അപ്പൊ ഈ കുട്ടി അത് പതിവാക്കും. ഇപ്പൊ തന്നെ തുടങ്ങിയാല് പിന്നെയും അതിങ്ങനെ പതിവാക്കി വരും. അപ്പൊ പിന്നെ വലുതായാൽ പിന്നെ ഈ നിസ്കാരം അവൻ വിടൂല. കാരണം അത് കുട്ടിക്കാലത്ത് ശീലിച്ച നിസ്കാരാണ്, അന്ന് ഉമ്മയും ബാപ്പയും പഠിപ്പിച്ച നിസ്കാരാണ്. അപ്പൊ ഓൻ പിന്നെ അത് വിടൂല. ഇൻഷാ അല്ലാഹു ദാലിക എന്നാ പറഞ്ഞേ. അള്ളാഹു ഉദ്ദേശിച്ചാൽ വിടൂല. ചിലപ്പോ കുട്ടിക്കാലത്ത് ശീലിച്ചാലും വലുതാകുമ്പോ വിടും. അതിന് കാരണം എന്തറിയോ? അതിന് കാരണം ഉമ്മയും ബാപ്പയാണ്. എന്താ കാരണം? ഇന്ന് വല്ലാതെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലാണ്. ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാൻ, എന്താ, മക്കൾ ഉഷാറാകുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹു ഞങ്ങളെ മക്കളെയൊക്കെ ഉഷാറാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെയൊക്കെ ഉഷാറാക്കി തരട്ടെ. ഞങ്ങളെ മക്കള് പഴച്ചു പോകാൻ പാടില്ല, ഞങ്ങളെ മക്കള് വഴിതെറ്റി പോകാൻ പാടില്ല. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വഅലിന് ചെന്നപ്പോ, ഇവിടെ ഒന്നുമല്ല, കുറെ ദൂരെ വഅലിന് ചെന്നപ്പോ വഅല് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ അതുവരെ നമുക്കൊന്ന് വീട്ടിൽ പോയി വിശ്രമിക്കാലോ. ആയിക്കോട്ടെ, പോവാ. ഞാൻ ആ വീട്ടിലേക്ക് അടുത്തെത്തുമ്പോഴേക്ക് അതിന്റെ നേരെ മുന്നിലുണ്ട് പോലീസ് വാഹനം വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, റബ്ബേ ഞാനെന്ത് ഗുലുമാല ചെയ്തത്, എന്നെ സ്വീകരിക്കാൻ എന്തിനാ പോലീസ് വണ്ടി? ഇപ്പൊ നോക്കുമ്പോ എന്താ വിഷയം? ആ നാട്ടില് കുറച്ച് പിള്ളേരെ, കുറച്ച് കുട്ടികളെ ഈ അടുത്ത് പോലീസ് കൊണ്ടുപോയി. എന്തിന്റെ പേരില്? ഡ്രഗ്സ് മാഫിയയുടെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ, കഞ്ചാവിന്റെ പേരിൽ. ഞാന് ഈ പൊന്നു മക്കളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. മരിക്കളക്കാരെ ഞാൻ വല്ലാതെ അഭിനന്ദിക്കുകയാണ്. എന്നോട് ഇവിടെ വന്നപ്പോ നിങ്ങളെ മുദരിസ് പ്രിയപ്പെട്ട അബ്ബാസ് സഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞു, ദർസിന് ജമാഅത്ത് കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതെങ്ങനെ സപ്പോർട്ട് ഇല്ലാതിരിക്കും? നാട്ടുകാര് നേരിൽ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഉസ്താദിന്റെ നാടല്ലേ ഇത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ ദർസ് നിറഞ്ഞെത്തി തരട്ടെ. ഞങ്ങളൊക്കെ മുത്തഅല്ലിമായി ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഉസ്താദ് അന്നിങ്ങനെ ജീപ്പിൽ വരുന്ന ഒരു സമയം, വെള്ളിയാഴ്ച ജുമാക്കല്ല ഉസ്താദ് ഇങ്ങനെ വരും. അത് തന്നെയാണെന്ന് തോന്നുന്നു, അല്ല നമ്മളെ ദിമാഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോളോന്ന് അറിയില്ല. അന്ന് ഇവിടെ ഉസ്താദ് വരും. അന്ന് ഉസ്താദ് വരിക എന്ന് പറഞ്ഞ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഒരു വർഷം ഞാൻ ഈ പള്ളിയിൽ ഓതി പഠിച്ചിട്ടുണ്ട്.
അന്ന് ഉസ്താദിന്റെ ആ വലിയ തലകെട്ടും. അപ്പൊ ഞങ്ങൾ ശരിക്കും ഇന്ന് മുത്താലിമിങ്ങൾക്ക് ഒന്നും അത് ചിന്തിക്കാൻ നേരമില്ല. ഞങ്ങൾ അന്ന് ശരിക്കും ഉസ്താദ് വരുമ്പോ ഉസ്താദ് എങ്ങനെ നടക്കുന്നേ, ഉസ്താദ് എങ്ങനെ ഇരിക്കുന്നേ, ഉസ്താദ് എങ്ങനെ ചവുക്കുന്നേ. എന്താ കാരണം? ഞങ്ങൾക്ക് അത് ഇങ്ങനെ ശീലാക്കിയിട്ട് ഞങ്ങൾ അതുപോലെ ആകണം. അങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചത്. എന്നിട്ട് ബേക്കൽ ഉസ്താദിനെ കാണുമ്പോ ഞങ്ങൾക്ക്, ഉസ്താദിനെ കാണുമ്പോ ഞങ്ങൾക്ക് ഇതുപോലെ ആകണോ. മനസ്സിൽ എന്തും വിചാരിക്കാലോ, ആരെ പോലെ ആകണമെന്ന് എന്തും വിചാരിക്കാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ആകണം. അങ്ങനൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അപ്പൊ ആ നാടല്ലേ അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അറിയാൻ സാധിച്ചു, ഒരു മഹല്ലിൽ മരിക്കളയിൽ ഇപ്പൊ 50ഓളം മുത്തഅല്ലിമുകൾ പുറം നാട്ടുകാരാണ് കൂടുതലും. അത് കേട്ടപ്പോ വളരെ സന്തോഷം തോന്നിപ്പോയി. അള്ളാഹു നിലനിർത്തി തരട്ടെ. 50ഓളം മുത്തഅല്ലിമുകൾ ഒരു മഹല്ലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് മഹല്ലിലാ? ഞാൻ വളരെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും ചോദിക്കുകയാണ്. എപ്പോഴും ഉസ്താദ് പറഞ്ഞിരുന്നത് ദർസിനെ കുറിച്ചാണ്, ഞങ്ങളോടടക്കം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ KCF-ന്റെ പരിപാടിക്ക് ഒമാനിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോയി. ഫ്ലൈറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോ എന്റെ ദർസ് എങ്ങനെ വേണമെന്ന് ഉസ്താദ് എന്നെ ഉപദേശിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞത്, നന്നായി കിതാബ് പഠിപ്പിക്കണം നൗഫലെ, അങ്ങനെയാ പറയാ, നന്നായി കിതാബ് പഠിപ്പിക്കണം. പിന്നെ ഓർക്ക് കുറച്ച് ഭാഷയും പഠിപ്പിക്കുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഉസ്താദ് പറയണേ, വേറെ കുറെ അങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിച്ചൊരു കാര്യമില്ല, കിതാബ് നന്നായി പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക. പിന്നെ കുറച്ചൊക്കെ അന്നത്തെ കാലമായത് കൊണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞതാണ്, കുറച്ചൊക്കെ കമ്പ്യൂട്ടർ ഒക്കെ പഠിപ്പിക്കുക, കിതാബ് നന്നായി പഠിപ്പിക്കുക എന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ ഉസ്താദിന്റെ നാട്ടില് 50ഓളം മുത്തഅല്ലിമുകൾ, അതും നല്ല തലയെകെട്ട് കെട്ടിയ വെള്ള വസ്ത്രം ധരിച്ച, പേരിനൊരു ദർസല്ല, മാതൃകയാക്കാൻ പറ്റിയ ഒരു ദർസ് ഈ മരിക്കളയിൽ ഇന്ന് കാണുന്നു എങ്കില് അബ്ബാസ് സഖാഫിയോട് ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണമെന്നില്ല, ഉസ്താദിന്റെ പേരിൽ ദിവസം ഒരു ഫാത്തിഹ ഓതിയാ മതി, ഉസ്താദിന്റെ മദദ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു അല്ലെ, ഉസ്താദ് ഇവിടെ ഒക്കെയല്ലേ. ഞാനും ഇപ്പൊ അവിടെ പോയി ഉസ്താദിന്റെ മുഖത്തേക്ക് നേരെ തിരിഞ്ഞിട്ട് ഞാൻ സലാം പറഞ്ഞു, ഖുർആൻ ഓതി, ഖിബ്ലയുടെ ഭാഗത്തേക്ക് വന്ന് ഞാൻ എവിടുന്ന് ദുആയിരുന്നു, വീണ്ടും ഉസ്താദിന്റെ മുഖത്തേക്ക് വന്ന് സലാം പറഞ്ഞ്. ഞാൻ ചോദിച്ചതും വേറെ ഒന്നും ഇവിടുന്ന് ചോദിച്ചിട്ടില്ല. ഇവിടുന്ന് കാര്യമായിട്ട് ചോദിക്കേണ്ടത് അതാണ്, ഇൽമ. ഇവിടുന്ന് കാര്യമായിട്ട് താജുൽ ഫുഖഹാന്റെ ഹളറത്തിൽ വന്നിട്ട് റബ്ബിനോട് കാര്യമായിട്ട് ചോദിക്കേണ്ടത് ഇൽമാണ്. അങ്ങനെയാണ് ഇൽമിനെ ചോദിക്കാം. അങ്ങനെ വേറെ പല നേർച്ചകളും കാര്യങ്ങളൊക്കെ വേറെ പലതും ഉണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായ സമയത്ത് ഇറങ്ങിയ ഒരു അനുസ്മരണ എഴുത്തിൽ വായിച്ചത് ഇപ്പൊ ഓർമ്മയുണ്ട്. ആ എഴുത്തിൽ കാണുന്നു, ഉസ്താദ് കൂടുതലും നഫീസ ബീബി റളിയല്ലാഹുവിന്റെ പേരിൽ നേർച്ചയാക്കാൻ പറയുന്ന ഞാൻ ഒരു എഴുത്ത് വായിച്ചിരുന്നു, അത് ഓർക്കുകയാണ്. അത് വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഒരിക്കലും ഒരു കിതാബ് നോക്കുമ്പോൾ അതിൽ കാണുന്നു, ഒരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോ ആ മഹാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നഫീസ ബീബി റളിയല്ലാഹുവിന്റെ പേരിൽ നേർച്ചയാക്കാൻ ഇന്നും ഈജിപ്തിൽ പോയാൽ, നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ സിയാറത്തിന് പോയവർക്കറിയാം, ഞങ്ങൾ പോയിട്ടുണ്ട്. മഹദിയുടെ മഖ്ബറയുടെ മുന്നിൽ ഒരു വലിയ എഴുത്തിൽ എഴുതി വെച്ചത് കാണുന്നു, ഇവിടെ നേർച്ച ചെയ്താൽ നേർച്ചക്ക് വലിയ ഫലമാണ്, ഇവിടുന്ന് ദുആർന്നാൽ വലിയ ഫലമാണ് എന്ന് എഴുതി വെച്ചത് ഇന്നും കാണുന്നു. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കണില്ല. ആ ഉസ്താദിന്റെ ഹളറത്തിൽ ഇങ്ങനൊരു ദർസ് നടക്കുമ്പോൾ എന്തൊരു സന്തോഷായിരിക്കും. ഉസ്താദിന് ഏറ്റവും വലിയ സന്തോഷം അതാണ്. അതുകൊണ്ടല്ലേ ദീർഘകാലം ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഏറ്റവും വലിയ ക്രെഡിറ്റ്, ഞാനിപ്പോ അതൊന്നും അതിലേക്കൊന്നും കടക്കണില്ല, ഏറ്റവും വലിയ ക്രെഡിറ്റ് അതല്ലേ. നാട്ടിലൊരു ബലം ഉണ്ടാവാൻ, ചില സ്ഥലത്തെല്ലാം പോയാല് എത്ര വലിയ ആളാണെങ്കിലും ഓർ പറയും, ഓ നിങ്ങൾ റായത്തായില്ലല്ലേ എന്ന് പറയുമ്പോ, റായത്താൽ നമുക്കെല്ലാം ഗൊന്തുണ്ടാണേ പറ, റായത്താൽ നമുക്കെല്ലാം ഗൊന്തുണ്ട്, അങ്ങനെ ചട്ടി ഇട്ടോണ്ടിക്കുമ്പോ നോക്കിക്കൊണ്ടിന്നല്ലേ അല്ലേ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കണ്ട നാട്ടുകാര് തീരുമാനിക്കുകയാണ്, ഞങ്ങളെ മഹല്ലിന്റെ പ്രസിഡന്റ് അവിതർക്കിതമായി, ആരും ആവശ്യമില്ല, ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഓരാണ് ഞങ്ങളെ മഹല്ലിന്റെ പ്രസിഡന്റ് എന്ന് നാട്ടുകാരെ തീരുമാനിക്കാൻ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉസ്താദിനെ കണ്ടവരുണ്ട്, ഉസ്താദിന്റെ കൂടെ നടന്നവരുണ്ട്. ആരും പറഞ്ഞില്ല ഞങ്ങൾ കുഞ്ചു കുഞ്ചു കൈയിട്ട് നടന്നോണ്ടിന്ന, പറഞ്ഞോ? പറഞ്ഞില്ല. ഞമ്മളെല്ലാക്കാൻ നോക്കിയാ ഞങ്ങൾ പറയില്ലേ, ഞങ്ങളെ കുറിച്ച് പറയില്ലേ, ഞങ്ങൾ കുഞ്ചു കുഞ്ചു കൈയിട്ടോണ്ടിന്നാന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. എന്താ കാരണം? അതിനപ്പുറം ഒരു സംഗതി ഉസ്താദിന്റെ കയ്യിലുണ്ട്. എന്താ? ഇൽമ. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഇക്കമിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഒന്നരായ ശൈഖുന മുഹ്യിസുന്ന ഉസ്താദ്
ഞങ്ങളിങ്ങനെ തമാശക്ക് വേണ്ടി പലതും ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും കർണാടകക്കാരല്ലേ. അതെന്താ കാരണം? കർണാടകക്കാരോട് സ്നേഹമുള്ളത് കൊണ്ട് പറയാം. അങ്ങനെ പറയാം. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ പറയും കർണാടകക്കാരനല്ലേ. സ്നേഹം കൊണ്ട് പറയാണ്. അത് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കാൻ. അങ്ങനെ ഉസ്താദുമാർ ഞങ്ങളെ തമാശാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പൊ ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞു, അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ഉസ്താദിനെ കേന്ദ്ര മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇപ്പോ ഞങ്ങളെ കർണാടകക്കാരനെ തന്നെ ഒന്ന് വേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ അല്ല നമ്മൾ ഇങ്ങനെ ഒന്ന് അപ്പുറം ഒന്ന് ഇങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാരോടും അച്ഛനെ പറഞ്ഞു, അങ്ങനൊന്നും അഭിമാനം കൊള്ളണ്ട, കർണാടകക്കാരനായത് കൊണ്ട് മാത്രം എടുത്തല്ല, വലിയ ഇൽമുണ്ട്. അതാണ് കർണാടകക്കാരനായതുകൊണ്ട് മാത്രം എടുത്തല്ല, വലിയ ഇൽമുണ്ട്. മാത്രല്ല ബേക്കളത്ത് ദർസാണ്, ബേക്കള് കേരളാണ്. അല്ല ഓരോ നാട്ടുകാർക്ക് കിട്ടുന്ന അഭിമാനങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. അങ്ങനല്ലേ അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഏത് നാട്ടുകാരൻ? ഞങ്ങൾ മൈരിക്കലക്കാരെന്ന് പറഞ്ഞാൽ എന്ത് മൈരിക്കലോ? ദുബായിക്ക് പോയിട്ട് മരിക്കല. ഇപ്പൊ പിന്നെ KCF മറ്റെല്ലാം തുടങ്ങിയിട്ട് എല്ലാതിൽ പേര് കാണുന്നു, ഡാഷ് മരിക്കള അല്ലെ? നിങ്ങൾ ഓനൊന്ന് അന്തം വിട്ടിട്ട് ഇങ്ങനെ മരിക്കല, അതേടെ അത് മഞ്ഞനാടിന്റെ അടുത്ത് മരിക്കല എവിടെ റബ്ബേ? ഓനക്ക് എന്ത് മഞ്ഞനാടി? നമുക്ക് മഞ്ഞനാടി, മലപ്പുറക്കാരനോട് മഞ്ഞനാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല കഥ ഉണ്ടാ? അപ്പൊ പിന്നെ അവസാനം ഓന് വീണ്ടും ചോദിക്കണത് നിർത്തിവെക്കാൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നൊന്നുണ്ട്. അത് നീ വല്ലാതെ ചിലക്കണ്ട, ഞങ്ങൾ ബേക്കൾ ഉസ്താദിന്റെ നാട്ടുകാര്. അത് കഴിഞ്ഞു. പിന്നെ ഓനക്ക് മരിക്കളോ അറിയണ്ട, മഞ്ഞനാടിയോ അറിയണ്ട, മൊണ്ടപ്പതോ അറിയണ്ട, മോണ്ടുകോളിയോ അറിയണ്ട, പിന്നെ ഒന്നും കൽമിഞ്ചോ അറിയണ്ട, ഒന്നും അറിയണ്ട. അവക്ക് ബേക്കൾ ഉസ്താദിന്റെ നാട്. സലാം ഖലാസ് തീർന്നു. അല്ലേ? അപ്പൊ ഉസ്താദിന്റെ അരികിൽ വന്നാൽ കാര്യമായിട്ടും അള്ളാഹിനോട് തേടേണ്ടത് അതാണ്. എന്താണ്? ഇൽമാണ്. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഇൽമ ഞാനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെ റബ്ബേ ഒരു 48-50ഓളം മുത്താലിമകൾ ഒരു മഹല്ല് പള്ളിയിൽ ഇപ്പൊ ദർശനം നടത്താന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ ഇത്ര കുട്ടികൾ ഉണ്ടാകാൻ വലിയ പ്രയാസ. അപ്പോ നാട്ടുകാരെ സപ്പോർട്ടാണ്, നാട്ടുകാരെ സഹായാണ്. ഇത്രയും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് വീടുകളിലാണ്. അൽഹംദുലില്ലാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അന്നത്തെ പെണ്ണുങ്ങ മാത്രല്ല ഇന്നത്തെ മൈരിക്കളത്തെ ഉമ്മ പെങ്ങന്മാരും നല്ലവരാ. അള്ളാഹു ബർക്കത്തേട്ടെ. കാരണം ഇവിടെ താഴെയുള്ള ഒരു രണ്ടാളും മരിച്ചു. അള്ളാഹു ഇനി അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരെ വീട്ടിൽ നിന്നാണ് എന്നും 3 നേരം പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ഇവിടെ ഇൽമ പഠിച്ചത്. എപ്പോ അൽഹംദുലില്ലാ ഞാൻ കരുതിപ്പോയി കുറെ ജനറേഷൻ അങ്ങ് കഴിഞ്ഞപ്പോ ഇപ്പത്തെ പെണ്ണുങ്ങന്മാര് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്കൊന്നും മുത്താലിമീങ്ങൾക്ക് ചോറ് കൊടുക്കാൻ കഴിയാല, നിങ്ങ അവിടെ ക്യാൻറ്റീൻ ആക്കി എന്ന് പറയൂന്ന് ഞാൻ കരുതി. പക്ഷെ പറഞ്ഞില്ല. എന്താ കാരണം? അവരെ ഉമ്മമാരെ, ഇന്ന് ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാര്, ഓരോ ഉമ്മമാരെ അവർ കണ്ടിട്ടുണ്ട്. ആ ഉമ്മമാര് ഇവിടെ പഠിക്കണ മുത്താലിമീങ്ങൾക്ക് ചോറ് കൊടുത്തത് അവർ കണ്ടിട്ടുണ്ട്. അന്ന് മുത്താലിം വരുമ്പോ ആ ചോറുക്ക് വേണ്ടി ഉള്ളി മുറിച്ചു തരാൻ ഉമ്മ ആവശ്യപ്പെട്ടിരുന്നത് ഈ മോളോടാണ്. ഇതുപോലെ തക്കാളി, ടൊമാറ്റോ മുറിച്ചു തരാൻ ഈ മോളാണ്. മുത്താലിമ വരുന്ന ചോറ് കൊടുക്കാന് ഒന്ന് കറിന്റെ ടേസ്റ്റ് നോക്കുന്നു നോക്കിച്ചത് ഈ മോളോടാണ്. ആ മോളത് പഠിച്ചു. ഉമ്മ മുത്താലിമിന് ചോറ് കൊടുത്ത് വളർത്തുന്നത് പഠിച്ച മകൾ. ആ മകൾ മൈരിക്കളത്ത് 50ഓളം മുത്താലിമുകൾ പഠിക്കുമ്പോ മഹല്ലുകാര് തീരുമാനിച്ചു, ഞങ്ങൾക്ക് വീട്ടിൽ ചോറ് കൊടുക്കാം. അൽഹംദുലില്ലാ. ആ നല്ല ഉമ്മാന്റെ മോള് മാത്രം പോരാ, മരുമോളും അല്ലെ? മൈരിക്കളത്തേക്കെല്ലാം മങ്ങലായിട്ട് വന്നവരെല്ലാം നല്ല നല്ല മരുമക്കന്മാർ. അല്ലാഹു ബർക്കത്തേട്ടെ. ഇങ്ങനത്തെ ഒരു രസമില്ലാത്ത പോലെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? മോള് വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് പോയിട്ടുണ്ടാവൂലേ? മംഗലാവാത്ത മോളെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാ മതി. മംഗളായ പിന്നെ ഓലെപ്പോഴെങ്കിലും ആട്ടികൊർക്ക് അമാശക്കൊർക്കല്ലേ വരുള്ളൂ. അപ്പൊ വന്നപ്പോ ചോറ് കൊടുക്കും എന്നല്ലാതെ ഇവിടെ ഉണ്ടാകണത് മൈരിക്കളത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് വന്ന പെണ്ണുങ്ങന്മാര് അല്ലെ? മരുമക്കൾ എന്നാ പറയാ, മർമോളു. ഓളും ഒരു നല്ല മർമോളാണ്. ഓളെ ബാപ്പയും ഓളെ ഉമ്മയും ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ സ്നേഹിച്ചവളായതുകൊണ്ട് ഓളിവിടെ. അല്ലെങ്കിൽ ഓള് പറയില്ലേ മാപ്പിളനോട്, നക്കാവാലെ നിങ്ങളെ മുത്താലിമ നിങ്ങൾ ഹോട്ടലിൽ പൈസ കൊടുത്തിട്ട് വാട്ടോറുന്ന് അണ്ട കൊണ്ടാവാലെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും? നാളെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഭാര്യനെ ഇയാള് വിളിക്കുന്നു, ബറുലേ ദൈക്കോറില്ലേ ഉണ്ണൂറില്ലേ ഭാര്യനെ വിളിക്കുക. ഞാനിങ്ങനെ എനിക്ക് വട്ടായതാണോ ഇയാൾക്ക് വട്ടായതാണോ ഞാനിങ്ങനെ ആലോചിക്കുക. അങ്ങനെ നമ്മളിതിങ്ങനെ ചിന്തിക്കുമ്പോ ഭാര്യനെ വിളിച്ചിട്ട് ബഷീർ മൊയ്ല ചിരിക്കുകയാണ്. ഭാര്യനെ വിളിച്ചിട്ട് ഇയാൾ പറയാം, എന്താ മാപ്പിള പെഞ്ഞയുടെ വിളിച്ചിട്ട് പറയാൻ,
പിന്നെ ബർലേ ഇഞ്ഞ ബർലേ നിങ്ങൾ തിന്നൂറില്ലേ നിങ്ങൾ ദയിക്കൂറില്ലേ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങ ആരെയാണ് ബാലേ ബർലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഭാര്യനെ. ഞാൻ ചോദിച്ചു, ഇവിടെ അല്ലേ ഇപ്പൊ അങ്ങനെയാ വിളിക്കല്? അല്ല അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ വിളിക്കടേ എന്ന് പറഞ്ഞാൽ ഭാര്യനെ. ഇത് പറഞ്ഞ ചിലപ്പോ ഓരിപ്പോ പോയിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ അങ്ങനെ മെബിലിക്കൊറാവന്നല്ലേ അല്ലെ, ബർലേ ദൈക്കൊർലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ ഭാര്യയെ ആ ഭർത്താവ് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ, വെറുതെ പറയല്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഞാൻ ആ ഭർത്താവിന്റെ നമ്പർ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്നെ വിളിച്ചു നോക്കി. ഒക്കെ നൗഫൽ സഖാഫി അയാൾ പറഞ്ഞിങ്ങനെ അതൊക്കെ അല്ല ബന്നക്കും തമാശക്ക് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലല്ലല്ല, കാരണം ഈ പറയണ സ്ഥലം താജുൽ ഫുഖാഹിന്റെ സ്ഥല, എന്തെങ്കിലും പറഞ്ഞാൽ പറ്റൂല. ഞങ്ങൾ ഇവിടെ നിന്ന് വേദ പറയുമ്പോ ഓരോ ഹയാത്ത് കാലത്തുള്ളത് പോലെയല്ല, ഓരിപ്പോഴും ഹയാത്തിൽ ഉണ്ടാകുമ്പോ ഞങ്ങൾ എത്ര കണ്ട് ഗൗരവത്തിൽ വിഷയം പിന്നെ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഭർത്താവ് പറയാണ് ഭാര്യനെ കുറിച്ച്, അത് ഓളെ ഞാൻ മങ്ങലായപ്പോ കുറെ ചെറുതുണ്ടായി, ഇപ്പൊ 2 മക്കളെ ഓരെക്കാൾ വലിപ്പുള്ള മക്കളെ ഓൾ പെറ്റിനെ, പക്ഷേ മങ്ങലായി വന്നപ്പോ കുറെ ചെറുതുണ്ടായി. അന്നൊരു കുഞ്ഞിനെ പോലെ എനിക്ക് കണ്ടപ്പോ ഈ ചെറിയ മക്കളെ സ്നേഹം കൊണ്ട് നിങ്ങോ എന്ന് വിളിക്കും. നിങ്ങളെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾ ചില നാട്ടിലൊക്കെ അങ്ങനെ വിളിക്കും. നിങ്ങോ വരലേ, തിന്നറില്ലേ, എന്തരില്ലേ എന്നൊക്കെ വിളിക്കും സ്നേഹം കൊണ്ട്. ആ വിളി മങ്ങലായ തുടക്കത്തിൽ തുടങ്ങിയതാണ്. ഇന്നും അതേ വിളി കണ്ടിന്യൂ മുന്തുവരിയുത്താ ഇതേ, അത് നിന്നിട്ടില്ല എന്ന് ഇയാളോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അടുത്ത വാതിലുണ്ടാവും കേട്ടാ മതി എന്ന് പറഞ്ഞ. ഇപ്പൊ അവരും കേൾക്കുന്നുണ്ടാവും, ഭാര്യയും ഭർത്താവും ചേർന്നിട്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവരെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മൈരിക്കളത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ട് മരുമക്കളായി വന്ന മൈരിക്കളത്തെ ആൺകുട്ടികളെ ഭാര്യമാര് അല്ലെ, അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഈ മുത്തല്ലിമകൾക്ക് ചോറുണ്ടാക്കണം. അല്ലാഹു അവരെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ അല്ലെ. ചോറുണ്ടായ മാത്രം മതിയാ, കഴിച്ചതെല്ലാം പുറത്തേക്ക് പോവാൻ ഓർക്ക് അതിൻ്റെതായ സൗകര്യം വേണ്ടേ അല്ലെ. ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുളിക്കണ ഒരു ഹൗദ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് കാണുന്നില്ല ഇപ്പൊ. അന്ന് ഇവിടെയാണ് ഒരു ഹൗദും പോലത്തെ ഒന്നുണ്ടായി, അതിന് വെള്ളം മുക്കിയിട്ട് കുളിക്കുന്ന കുളി, എന്ത് കുളി. ഇന്ന് അതൊന്നും കാണുന്നില്ല. അൽഹംദുലില്ലാഹ്, മുത്തല്ലിമുകൾക്ക് മാത്രം ടോയ്ലറ്റിന്റെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ മൈരിക്കളയിലെ പിന്നെ ഗൾഫ് സമിതി ഭാരവാഹികളെ, അവർ ലൈവായി ഞങ്ങളെ പരിപാടി കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ നാട്ടിൽ പഴയ കാലത്ത് ഓതിപ്പടിച്ച ഒരു മുത്തല്ലിം എന്ന നിലക്ക്, ഞാൻ മൈരിക്കളത്തേക്ക് വേദന വരുമ്പോൾ വലിയ ഒരു വാദ പറയുന്ന ഉസ്താദായിട്ടല്ല വരുന്നത്, നിങ്ങളെ നാട്ടിൽ പഠിച്ചൊരു മുത്തല്ലിം എന്ന നിലക്ക് വരികയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഗൾഫ് കമ്മിറ്റിക്കാരെയും മഹല്ല് കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കുകയാണ്. അല്ലാഹുവേ, ആ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. എപ്പോഴും ഒരു നല്ല ദുആ വേണം. കൂടുതൽ ഇവിടെ നീട്ടി പറയാൻ സമയമില്ല. അല്ലാഹുമ്മ ർസുഖ്നാ മീതത്തസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ മരണം തരണേ അല്ലാ. ഏത് സമയത്തും റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണത്. സ്വാലിഹീങ്ങളുടെ മരണം തരണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വിഷയമാണ്. ഇത് ചോദിക്കുന്ന എത്ര മോമിനുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇത് ചോദിക്കുന്ന എത്ര ബാപ്പമാര് നമുക്കിടയിലുണ്ട്, ഇത് ചോദിക്കുന്ന എത്ര ഉമ്മമാര് നമുക്കിടയിലുണ്ട്. എപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടത് ആ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ രൂപത്തിൽ നമ്മുടെ മുത്തല്ലിമുകളെ പാകപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മക്കളെയും പാകപ്പെടുത്തിയെടുക്കണേ. ഇപ്പോ